സാറേ, ഞാനാണെങ്കിൽ ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിനാണെങ്കിൽ ഒരു ഫോണിന് വിളിച്ചായിരുന്നു. അങ്ങനെ അങ്ങേര് പറഞ്ഞ് ആദ്യമേ പൈസ ഇട്ടാ ഇന്ന് തന്നെ അയക്കാം, അങ്ങേരുടെ കൊച്ചിന് വയ്യെന്നും പറഞ്ഞ് അത്യാവശ്യമായിട്ട് പൈസ ഇടാൻ പറഞ്ഞു. അങ്ങനെ പൈസ ഇട്ട് കൊടുത്തു സാറേ. അവര് കൊറിയർ അയച്ച് ഇവിടെ വന്നപ്പോൾ ഒരു പേപ്പർ കഷ്ണം മാത്രമേ ഉള്ളൂ. എന്നിട്ടാണെങ്കിൽ അവരിപ്പോ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഫോൺ വാങ്ങാനായി ഓൺലൈൻ വഴി പണമടച്ച് കാത്തിരുന്നപ്പോൾ കൊറിയറിലൂടെ വന്നതാകട്ടെ ഒരു പേപ്പർ കഷ്ണം. കൊല്ലം അഞ്ചൽ സ്വദേശിനിക്ക് പറ്റിയ തട്ടിപ്പാണിത്. ഇത്തരത്തിൽ ഒട്ടനവധി ആളുകൾക്ക് പ്രതിദിനം തട്ടിപ്പ് നേരിടാറുണ്ട്. അതിലൊരാളാണ് ഈ അഞ്ചൽ സ്വദേശിനിയും. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കാനുള്ള പരസ്യം കാണുന്നത്. തുടർന്ന് അയാൾ ഫോൺ കൊറിയറായി അയക്കാമെന്നും അതിന്റെ വിലയായി 1500 രൂപ ഗൂഗിൾ പേ ചെയ്താൽ മതിയെന്നും അറിയിച്ചു. ഇത് വിശ്വസിച്ച യുവതി ഗൂഗിൾ പേ വഴി പണം അയച്ചു. തുടർന്ന് കൊറിയർ വഴി വന്ന പാഴ്സൽ തുറന്നു നോക്കിയപ്പോൾ അതിലാകെ ഉണ്ടായിരുന്നത് ഒരു പേപ്പർ കഷ്ണം മാത്രമാണ്. അപ്പോഴാണ് തട്ടിപ്പിനിരയായ കാര്യം യുവതിക്ക് മനസ്സിലാകുന്നത്. പിന്നീട് നിരന്തരം അയാളുടെ ഫോണിൽ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആണെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ക്യാഷിന് ആവശ്യമായതുകൊണ്ടാണ് ഫോൺ വിൽക്കുന്നതെന്നും ആശുപത്രി കാര്യമാണെന്നും അതിനാൽ ചുമ്മാ മെസ്സേജ് അയക്കാതെ ഫോൺ ആവശ്യമുള്ളവർ മാത്രം എത്രയും വേഗം മെസ്സേജ് അയക്കണമെന്നുമാണ് ഫോൺ വിൽക്കാനുള്ള പരസ്യത്തിന് ഡിസ്ക്രിപ്ഷനായി നൽകിയിരുന്നത്. ഇക്കാര്യം തന്നെ അയാൾ മെസ്സഞ്ചർ ചാറ്റിൽ അയച്ച വോയിസിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഒട്ടനവധി തട്ടിപ്പുകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ചെറുതും വലുതുമായ തുകകൾ ഇത്തരത്തിൽ തട്ടിപ്പുകാർ ആളുകളിൽ നിന്നും കൈക്കലാക്കുകയും ചെയ്യും. തട്ടിപ്പുകൾക്കെതിരെ ജാഗരൂകരായി ഇരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം.